is Australia versus India. Which is better? Schooling എന്ന് പറയുമ്പം രണ്ടും ആണിന്റെ വ്യത്യാസമാണ്. ഐ എം സെയിങ് ഇൻ ടേംസ് ഓഫ് ദ വേ ഓഫ് ടീച്ചിങ്. പോയിട്ട് ഡേ കെയറിൽ പോകുന്ന കൊച്ചിന് യൂണിഫോം ഉണ്ട്, ബുക്സ് ഉണ്ട്, ഹോംവർക്ക് ഉണ്ട്. ഇവിടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പോലും അവർക്ക് ഹോംവർക്ക് ഇല്ല. ഇവിടെ കുറെ കൂടെ ഒരു ചൈൽഡ് ലെഡ് കൈൻഡ് ഓഫ് ലേണിംഗ് ആണ്. അവർക്ക് തോന്നണം പഠിക്കാനായിട്ട്, ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നാട്ടിൽ ദർ ഇസ് വെരി ഹൈ പ്രഷർ, ലൈക്ക് വെരി ഹൈ കോമ്പറ്റീഷൻ. നല്ല പോലെ അവർ പഠിപ്പിക്കും. ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയാണ് നാട്ടിൽ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് രണ്ടും സെയിം ഏജിലുള്ള പിള്ളേരുടെ കമ്പാരിസൺ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെയൊക്കെ ബേസിക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ലെവലിൽ നിൽക്കുമ്പോൾ നാട്ടിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ്, വലിയ വേർഡ്സ് ഒക്കെ സ്പെല്ലിങ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇസ് ഡെഫിനറ്റ്ലി ദർ. ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് നാപ്ലാൻ്റെ റിസൾട്ട്സ് വന്നു. നാപ്ലാൻ ഇസ് ലൈക്ക് എ നേഷൻ വൈഡ് ടെസ്റ്റ് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ദ ലെവൽസ് ഹവ് റിയലി ഗോൺ ഡൗൺ, വിച്ച് ഇസ് എ ഡയറക്റ്റ് റിഫ്ലെക്ഷൻ ഓഫ് സം ഓഫ് ദ സ്കൂൾസ്. ഇത് ചെയ്യണം എന്നോ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ആൻഡ് ഓൾ സർപ്രൈസിംഗ്ലി ദ ബൈലിംഗ്വൽ കിഡ്സ്, ഇമിഗ്രൻ്റ് ആയിട്ടുള്ള പിള്ളേർ, they have scored well. So അവരുടെ ചിലപ്പോൾ വീട്ടിൽ ഇതുപോലെ പേരൻസ് കുറെ കൂടെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും പഠിക്കും. So schooling again it depends on what you want. Me personally എനിക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നത് താല്പര്യമില്ല. ബിക്കോസ് ദേ ആർ കിഡ്സ് ഫോർ എ വെരി ഷോർട്ട് ടൈം. അവർക്ക് ലൈഫ് ടൈം മൊത്തം എന്തായാലും സ്ട്രെസ് കിട്ടാനുള്ളതാണ്. അപ്പം ഇപ്പം they need to want to learn. So if they want to learn, I think we should also have that system where we can support them in that learning. Learning എന്ന് പറയുന്നത് അത് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഹരമായിട്ട് മാറും. You want to learn more and more. Personally, I want that for my kids. അതില്ല, ഇപ്പം എൻ്റെ മോൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ അവനൊരു year 1 ഒക്കെ വരെ അവൻ ഒട്ടും റീഡിങ് ചെയ്യില്ലായിരുന്നു. ഇത് സ്വിച്ച് ഇട്ട പോലെ he started to read. അത് നേരത്തെ ടീച്ചർ പറഞ്ഞായിരുന്നു, അങ്ങനെയാണ്, സ്വിച്ച് ഇട്ട പോലെയാണ്. ചില പിള്ളേർ, മിണ്ടാത്ത പിള്ളേർ പെട്ടെന്ന് ഇങ്ങനെ ടാപ്പ് തുറന്ന പോലെ മിണ്ടുമെന്ന് അറിയില്ല. now അവൻ തന്നെ പറയും എനിക്ക് ഈ ബുക്ക് വേണം, ആ ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ വായിക്കും. സോ അഗൈൻ ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്. അത് പേഷ്യൻസോടെ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വഴക്ക് പറയുക, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ പോകും.